ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മൂന്നാമത്തെ പരാതി വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞതല്ലേ. ഇന്ന് ഞങ്ങൾ വയനാട് വീട് കെട്ടുമെന്ന് പറഞ്ഞതിന് ഒരു വാർത്ത ഒന്ന് കൊടുത്തു നോക്കി, ഒന്നും സംഭവിക്കില്ല. ഭവന നിർമ്മാണം തുടങ്ങിയത് CPM ഒരു ഭയമായിട്ട് കാണുന്നുണ്ടോ? CPM-ന് അസ്വസ്ഥതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഒരു വശത്ത് അവർ വന്യമൃഗശല്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല പ്രൊജക്ട് വരുന്നതിനകത്ത് CPM ശല്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇതിനു വേണ്ടി പിരിച്ച തുക അവരുടെ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്താണ്, ഇപ്പോൾ ജനീഷിന്റെ മുമ്പെയുള്ള കമ്മിറ്റിയുടെ കാലത്താണ് ആ തുക പിരിച്ചത്. അവർ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അവർ ആ പിരിച്ച തുക അവർ ബാങ്കിൽ നിന്ന് അവർ പറയുന്നതിൽ ഒരു നയാ പൈസ പോലും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ ഇങ്ങോട്ട് ട്രാൻസ്ഫറോ ഷിഫ്റ്റോ ഇല്ല. പൂർണ്ണമായിട്ടും തന്നെ ആ പൈസ അവർ KPCCക്ക് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭവന പദ്ധതിയുടെ പങ്കാളിത്തം. അപ്പോൾ അതിൽ വീടുകളുടെ എണ്ണം എങ്ങനെ, അതിൻ്റെ എക്സ്ക്ലൂസീവ് ഇതിൽ അവർ ഇതിൽ എത്ര വീട് അവർ നിർമ്മിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസ് ഇതിനു വേണ്ടി പിരിച്ച പണം ഇതിനു വേണ്ടി പൂർണ്ണമായും വിനിയോഗിക്കും. ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മൂന്നാമത്തെ പരാതി വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞതല്ലേ. ഇന്ന് ഞങ്ങൾ വയനാട് വീട് കെട്ടുമെന്ന് പറഞ്ഞതിന് ഒരു വാർത്ത ഒന്ന് കൊടുത്തു നോക്കി, ഒന്നും സംഭവിക്കില്ല.